ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 13. ജനക്കൂട്ടം. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 3-ാം വാക്യം. തത്വചിന്തകയും എഴുത്തുകാരിയുമായ ഹന്ന ആരൻഡ് പുരുഷന്മാർ ഏറ്റവും ശക്തരായ രാജാക്കന്മാരെ ചെറുക്കുന്നതും അവരുടെ മുന്നിൽ കുമ്പിടാൻ വിസമ്മതിക്കുന്നതും കാണാറുണ്ട് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആൾക്കൂട്ടത്തെ ചെറുക്കാനും വഴിതെറ്റിയ ജനക്കൂട്ടത്തിനു മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കാനും ആയുധങ്ങളില്ലാതെ അവരുടെ അചഞ്ചലവും വന്യവുമായ പെരുമാറ്റത്തെ നേരിടാനും കഴിവുള്ള ചിലരെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നവർ കൂട്ടിച്ചേർത്തു. ഒരു യഹൂദയായ ആരൻഡ് അവരുടെ ജന്മനാടായ ജർമ്മനിയിൽ ഇതിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചിരുന്നു. ഒരു സമൂഹത്താൽ തിരസ്കരിക്കപ്പെടുന്നത് ഭയാനകമായ കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് അത്തരം തിരസ്കരണം അനുഭവിച്ചിരുന്നു. ഒരു പരീശനായും റബ്ബിയായും പരിശീലിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ കീഴ്മേൽ മറിഞ്ഞു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കാൻ പൗലോസ് ദമാസ്കോസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. തൻ്റെ മാനസാന്തരത്തിന് ശേഷം അപ്പോസ്തലൻ സ്വന്തം ജനങ്ങളാൽ തന്നെ തിരസ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ അവരുടെ കൈകളിൽ നിന്ന് താൻ നേരിട്ട ചില പ്രശ്നങ്ങളും അടിയും തടവുകളും പൗലോസ് വിവരിച്ചിരിക്കുന്നു. അത്തരം തിരസ്കരണത്തോട് കോപത്തോടെയോ കയ്പോടെയോ പ്രതികരിക്കുന്നതിനു പകരം അവരും യേശുവിനെ അറിയാൻ പൗലോസ് ആഗ്രഹിച്ചു. അദ്ദേഹം എഴുതി, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ദൈവം നമ്മെ അവൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തതുപോലെ നമ്മുടെ എതിരാളികളെപ്പോലും അവനുമായുള്ള ബന്ധത്തിലേക്ക് ക്ഷണിക്കാൻ അവൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. ചിന്തിക്കുക, നിങ്ങൾക്ക് തിരസ്കരണം അനുഭവപ്പെട്ടപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? തിരസ്കരണം അത്രമാത്രം കഠിനമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് മഹത്വം.